കാരണം ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഒരു വലിയ ചടങ്ങ് നടക്കുകയാണ്. സന്തോഷം. എന്നാൽ ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മുന്നിൽ ദേവസ്വം ബോർഡുകൾ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ക്ഷേത്രങ്ങൾക്കകത്ത് ഞാനും നിങ്ങളും ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ സമ്മാനിച്ച, നമ്മൾ ഈശ്വരനും അതുപോലെ തന്നെ ദേവിക്കും ദേവനും കാഴ്ചവെച്ചിട്ടുള്ള എത്രയോ സ്വത്തുവകകൾ അത് അർദ്ധരാത്രിയിൽ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി വിൽപ്പന നടത്തുകയായിരുന്നു ഇവിടുത്തെ കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനുമെന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യമായില്ലേ? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയി. സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കാണണമെങ്കിൽ ഇവിടത്തെ KC വേണുഗോപാൽ അറിയാതെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്ന് സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന ഫോട്ടോ കേരളത്തിന്റെ മുന്നിൽ പുറത്തു വന്നത്? അതുപോലെ തന്നെ ആന്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഞാനും നിങ്ങളും കണ്ടു. അപ്പോ ഇതിനർത്ഥം എന്താണ്? അടൂർ പ്രകാശും സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ അത് കേരളത്തിൽ പുറത്തു വന്നു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനെ സ്വാധീനിച്ചു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ചുമതലക്കാരനായിട്ടുള്ള വാസുവിനെ സ്വാധീനിച്ചു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിലപ്പാലി പൊളിച്ചു കൊണ്ടുപോയി അത് ഇന്ത്യ കടത്തി കൊണ്ടുപോകാൻ ആരാണ് സഹായം ചെയ്തു കൊടുത്തത്? ആ ചോദ്യമാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യം കേരളം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പോയി എണീറ്റ് നിന്നുകൊണ്ട് എന്നെ ഹരിപ്പാടിന്റെ MLA ആയിട്ടുള്ള ശ്രീമാൻ രമേശ് ചെന്നിത്തല പറയുകയാണ്, എനിക്ക് ചില കാര്യങ്ങളൊക്കെ SITയുടെ മുൻപാകെ പറയാനുണ്ട്. SITയുടെ മുൻപാകെ അല്ല പറയേണ്ടത്. എവിടെയാണ് പറയേണ്ടത്? ഇവിടെ ദേശീയ ഏജൻസി വരണം എന്നാവശ്യപ്പെടാൻ ശ്രീമാൻ രമേശ് ചെന്നിത്തല കോടതിയെ സമീപിക്കണം. നിങ്ങൾ പറയണം, താങ്കൾ പറയണം, ഇവിടെ ദേശീയ ഏജൻസി കടന്നു വന്നാൽ, ദേശീയ ഏജൻസിയുടെ അന്വേഷണം വന്നാൽ ഈ സ്വർണ്ണപ്പാളി എവിടെയെല്ലാം പോയി എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചിഹ്നം അത് തുറന്ന് കാണിക്കപ്പെടും. ആരാണ് തെറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കപ്പെടും. സീനിയർ ആയിട്ടുള്ള ലീഡറാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയില്ലേ, അതായത് CBI വരണമെന്നും ഒരു രാജ്യത്ത് ഒരു കളവ് നടക്കുമ്പോൾ ആ കളവില് പിടിക്കപ്പെടുന്ന വസ്തുവകകൾ അത് രാജ്യം കടന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇവിടെ SIT അന്വേഷിച്ചാൽ മതിയോ? കള്ളനെ പിടിക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് 100 വട്ടം അറിയാവുന്ന ആളാണ് പഴയ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ആണല്ലോ. അപ്പൊ ഹോം മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുമ്പോൾ അങ്ങേക്കറിയില്ലേ, കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെടണം, അതല്ലെങ്കിൽ കോടതി പറയണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഒരു അന്വേഷണ ഏജൻസി ഈ കാര്യത്തെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കുമെന്ന് ബോധ്യമുണ്ടായിട്ടും പിണറായി വിജയന്റെ പോലീസിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രം മടയനാണോ? ഹരിപ്പാടിൽ നിന്നും നിങ്ങളുടെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ വിജയിപ്പിച്ചിട്ടുള്ള ശ്രീമാൻ രമേശ് ചെന്നിത്തല ഈ ചോദ്യം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ മനുഷ്യർക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കോടിക്കണക്കിന് രൂപ അത് നിങ്ങൾ അടിച്ചു മാറ്റിയെടുത്തു. പല വകുപ്പുകളിലൂടെയും നിങ്ങൾ അത് കോടികൾ ദുർവ്യയം ചെയ്തു. ഇന്ന് കേരളം രക്ഷപ്പെടുന്നില്ലേ? കാർത്തികപ്പള്ളിയെ കുറിച്ച് പറഞ്ഞില്ലേ? കാർത്തികപ്പള്ളി പഞ്ചായത്തിനകത്ത് നാളിതുവരെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ആ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് കാർത്തികപ്പള്ളിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം അരങ്ങേറുന്നത് എന്ന് പറഞ്ഞാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമുണ്ടായാൽ വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഞാൻ ഉല്ലാസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ ശ്രീ വി മുരളീധരനോ വ്യക്തികൾ ആരുമാകട്ടെ, ഈ കാർത്തികപ്പള്ളി ഈ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിനകത്ത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു MLA ഉണ്ടായാൽ കാർത്തികപ്പള്ളിയെ കൈയിനടിയിൽ വെച്ച് പൂവിട്ട് പൂജിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസനത്തിന് ആവശ്യമായിട്ടുള്ള പണം കൊണ്ടുവരാൻ ആ MLAക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ വരാൻ പോകുന്ന നാളുകളിൽ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഹൃദയപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ഒരു ലീഡറെ തെരഞ്ഞെടുത്താൽ, ഇവിടെ നിന്ന് വിജയിച്ചു പോയാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ എണീറ്റ് നിന്നുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അമ്പലത്തിലെ കേസ് പറയുമ്പോൾ നമ്മൾ പറയും അവർ ഹിന്ദു വർഗീയവാദികളാണ്. ആര്? ഭാരതീയ ജനതാ പാർട്ടിക്കാർ, RSSകാർ. ഞങ്ങൾ അമ്പലത്തിലെ കേസ് മാത്രമല്ല പറയുന്നത്, ഞങ്ങളെക്കാൾ വലിയ RSSകാരനാണ് ശ്രീമാൻ നരേന്ദ്രമോദി, അല്ലെ? എന്നാൽ ആ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, രാജ്യത്തെ മനുഷ്യർ സ്നേഹിക്കുന്ന വ്യക്തി,
അദ്ദേഹം രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററായി അധികാരം ഏറ്റെടുത്ത് ഭൂമി ദേവിയെ തൊട്ട് നമസ്കരിച്ച് ഇങ്ങനെ ചൊല്ലി മനസ്സിൽ, എന്താണ്? സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് ചൊല്ലിയിരിക്കാം. ഞാൻ കരുതുകയാണ് നമ്മൾ ആരും ശബ്ദം കേട്ടില്ല, വാക്കുകൾ കേട്ടില്ല. എന്നാൽ അമ്മയുടെ ശരീരത്തിൽ തൊട്ട് നമസ്കരിച്ച് അകത്തേക്ക് പോകുന്ന നരേന്ദ്രമോദിയെ ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളും കണ്ടു. ആ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ കാതോർത്തു. കാരണം രാജ്യത്തിന്റെ പ്രതിപക്ഷം പറഞ്ഞത്, നരേന്ദ്രമോദി എന്ന് പറയുന്ന RSSകാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ വെള്ളിയാഴ്ച ഉണ്ടാകില്ല, പ്രചരിപ്പിച്ചില്ലേ? നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവർ വേദനിക്കപ്പെടും, പറഞ്ഞില്ലേ? നിങ്ങളുടെ ആക്ഷേപത്തെ അധിക്ഷേപത്തെ എല്ലാം സഹിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ പ്രഖ്യാപനം എന്തായിരുന്നു എന്നറിയുമോ? 60 വർഷത്തിലധികം നമ്മുടെ പ്രിയപ്പെട്ട, നിങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരൻ ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ വലിയ നേതാക്കന്മാർ ഈ കേരള ഇന്ത്യ രാജ്യത്തെ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ 60 വർഷക്കാലം അഴിമതി നടത്തിയ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു രാജ്യത്തെ ജനത. അദ്ദേഹം 13 ദിവസവും 13 മാസവും അങ്ങനെ എല്ലാം കൂട്ടിയാൽ 7 വർഷത്തോളം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയുമോ? സമൂഹത്തിൽ ഏറ്റവും അവശത അനുഭവിക്കുന്നവർ, സമൂഹത്തിലെ കർഷകർ, ഈ രാജ്യത്തിന് വേണ്ടി അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ, ഓരോ നാട്ടിലും പൊട്ടാത്ത ഉണ്ട പോലീസിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് കള്ളനെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചില പ്രമാണിമാരായ മുഖ്യമന്ത്രിമാരുള്ള നാട്, ഇതിനെയെല്ലാം നോക്കിക്കൊണ്ട് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനും പോലീസുകാരനും അതുപോലെ തന്നെ ഇവിടുത്തെ കർഷകരും, ഇവിടുത്തെ ഏറ്റവും സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്നവരും, ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്താണ്? സർവശിക്ഷാ അഭിയാൻ, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം. ഏകാധ്യാപക പാഠശാല, എന്താണ്? ഒരു കുട്ടിയുണ്ടെങ്കിലും ആ കുട്ടിയെ പഠിപ്പിക്കാൻ അധ്യാപകനും അധ്യാപികയും അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഏകാധ്യാപക പാഠശാല. റോഡിൽ കിടന്നുറങ്ങുന്ന നോക്കാൻ ആളില്ലാത്ത വൃദ്ധനും വൃദ്ധയ്ക്കും അന്നപൂർണ പദ്ധതി കൊണ്ടുവന്ന അടൽ ബിഹാരി വാജ്പേയി ലോകം ഉറ്റുനോക്കുന്ന സമയത്ത് ഭീകരവാദികളോട് വെല്ലുവിളിക്കുകയല്ല ചെയ്തത്. ഭീകരവാദികളോട് ശ്രീമാൻ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഗുരുവര്യനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത്, ഇത് ഭാരതമാണ്, ഞങ്ങൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചിട്ടുള്ള സാക്ഷാൽ കൃഷ്ണന്റെ നാടാണ് ഈ ഭാരതം. അതിനർത്ഥം യേശുദേവന്റെ നാടല്ല എന്നല്ല. അതിനർത്ഥം ഇസ്ലാമികൾ വിശ്വസിക്കുന്ന അല്ലാഹു നമുക്കെതിരാണ് എന്നല്ല. 33 കോടി ദൈവങ്ങളെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ഞങ്ങൾക്ക് ഒരു യേശുദേവനോ ഒരു അല്ലാഹുവോ എതിരല്ല. എന്നാൽ ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞത്, ഈ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന, ഈ രാജ്യത്തെ പട്ടാളക്കാരുടെ വീര്യം ചോർക്കാൻ പരിശ്രമിക്കുന്ന, ഈ രാജ്യത്തെ പോലീസ് അധികാരികളെ രാഷ്ട്രീയത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ പരിശ്രമിക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ രാജ്യത്തുണ്ടാകേണ്ടത്. ഈ രാജ്യം വികസിക്കപ്പെടണം. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികളുടെ ആ പദ്ധതികളുടെ ബാക്കി പത്രമാണ് പ്രിയപ്പെട്ടവരെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രവർത്തനം. അദ്ദേഹം അധികാരത്തിൽ വന്ന 7 വർഷം ഈ രാജ്യത്തെ ഭരിച്ചു മുന്നോട്ട് പോയപ്പോൾ ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടുകൂടി നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയെ നോക്കിക്കണ്ടുവെങ്കിൽ ആ നല്ല ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി കാർത്തികപ്പള്ളിയില് BJPയുടെ പഞ്ചായത്തിനെ, നമ്മുടെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി രാത്രിയിൽ ചർച്ച ചെയ്യുന്ന ചില കെങ്കേമന്മാരെ പോലെ അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കേരളത്തിൽ നിന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ചു പോയിട്ടുള്ള വലിയ സഖാക്കന്മാരുണ്ടായിരുന്നു. അവർ അവിടെ ഗൂഢാലോചന നടത്തി. ഡൽഹിയിൽ ഗൂഢാലോചന നടത്തിയത് ആരോടാണ്? സോണിയ മാഡത്തിനോടാണ്. അങ്ങനെ കോൺഗ്രസിന്റെ നേതാവായ സോണിയ മാഡവുമായി ഈ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള സീതാറാം യെച്ചൂരിയുടെ പാർട്ടി, അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ കാലത്തെ ഹർകിഷൻ സുർജിത്തിന്റെ പാർട്ടി, അല്ലെ, ഈ കേരളത്തിൽ മൺമറഞ്ഞു പോയിട്ടുള്ള ഒട്ടനവധി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ആശയത്തെ, ചിന്തകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ നിന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ടും വാങ്ങി നിങ്ങൾ ജയിച്ചത് കോൺഗ്രസിനെ വിജയിപ്പിക്കാനല്ല, കോൺഗ്രസിനെതിരായിട്ടുള്ള ആശയപരമായ പോരാട്ടത്തിന്റെ പരിണിതഫലമായിട്ടാണ് കേരളത്തിൽ MP-മാരുണ്ടായത് മാർക്സിസ്റ്റ് പാർട്ടിക്ക്. എന്നാൽ നിങ്ങൾ അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണം, BJP നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റിന്റെ ഭരണം, അത് തുടരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഡൽഹിയിൽ പോയി 1ാം UPA ഗവൺമെന്റിനെ പിന്താങ്ങി. ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ MP-മാരും എന്ത് സംഭവിച്ചു?
എന്താ സംഭവിച്ചത്? നിങ്ങൾ വിരലിൽ എണ്ണാവുന്ന ആളുകളായി കുറഞ്ഞുപോയി. പടവലങ്ങ പോലെ നിങ്ങളുടെ പാർട്ടി ഇന്ത്യൻ ജനാധിപത്യത്തിൽ താഴേറ്റുപോയി. പാർലമെന്റിലും രാജ്യസഭയിലും നിങ്ങൾക്ക് ആളില്ലാതെ പോയി. കാരണം നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട കോറിനോടും കാളിയോടും ഷാജഹാനോടും പാപ്പച്ചനോടും നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ സാധാരണക്കാരന്റെ പാർട്ടിയാണ് എന്നാണ്. നിങ്ങൾ പറഞ്ഞത് പട്ടിണി ജാഥ നയിച്ച AK ഗോപാലിന്റെ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ്. ആ നിങ്ങൾ സ്റ്റാലിന്റെ ഉറയിലിട്ട വാള് ഊരിക്കൊടുക്കാൻ വേണ്ടി അഖിലേന്ത്യാ തലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി വന്നപ്പോ അവിടെ ചെന്ന് ആ വാള് ഊരാൻ പരിശ്രമിക്കുന്ന പിണറായി വിജയനെ എനിക്കും നിങ്ങൾക്കും ദേശീയ രാഷ്ട്രീയത്തിൽ കാണാൻ സാധിച്ചു. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറി. എന്നാൽ കേരളത്തിൽ മാത്രം നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ ശ്രീമാൻ രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും ഇപ്പോഴും രണ്ടായി നിൽക്കുകയാണ്. ശരീരം മാത്രമാണ് രണ്ട്. എന്നാൽ KC വേണുഗോപാലിനോട് എന്താണോ സോണിയ മാഡം പറയുന്നത് അത് തന്നെയാണ് ശ്രീമതി സോണിയ പിണറായി വിജയനോടും പറയുന്നത്. അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയുമോ? ഞങ്ങൾ വികസനം ചെയ്തതിന് ഒരു വോട്ട്, അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിനാണ് നിങ്ങൾ വോട്ട് നൽകിയത്. UPA ഗവൺമെന്റിന്റെ കാലത്തിൽ റെയിൽവേ വികസനം മുരടിച്ചു. 10 വർഷക്കാലം അടൽ ബിഹാരി വാജ്പേയി മുന്നോട്ട് നയിച്ച ആ വികസനത്തെ 10 വർഷക്കാലം മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സോണിയ മാഡം റിമോട്ട് കയ്യിലെടുക്കുമ്പോൾ മാത്രം ചലിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമാൻ മൻമോഹൻ സിംഗ്. ആ മൻമോഹൻ സിംഗ് നല്ല മനുഷ്യനായിരുന്നു, നല്ല എക്കണോമിസ്റ്റ് ആയിരുന്നു. എന്നാൽ കാലിനടിയിൽ മണ്ണ് പുരണ്ടിട്ടില്ല, കർഷകന്റെ വേദന അറിയില്ല, മുന്തിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അതിനു മുൻപും പാടം കണ്ടിട്ടില്ല, മരങ്ങളെ കണ്ടിട്ടില്ല, പ്രകൃതി കണ്ടിട്ടില്ല. അങ്ങനെയുള്ള വലിയ സാമ്പത്തിക ശേഷിയുള്ള മിസ്റ്റർ മൻമോഹൻ സിംഗിനോട് സോണിയ മാഡം പറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലാം ഒപ്പുവെച്ചു കൊടുത്ത ആ 10 വർഷത്തെ ഭരണത്തിൽ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി കിട്ടിയത് 372 കോടി രൂപയാണ്. പ്രിയപ്പെട്ടവരെ, ആ 372 കോടി രൂപ 10 വർഷം കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി കൊടുത്തപ്പോ 2000ത്തിന്റെ തുടക്കത്തിൽ അനുവദിച്ച എറണാകുളം കോട്ടയം കായംകുളം പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകാതെ കിടന്നു, അനങ്ങിയില്ല. പുനലൂർ ചെങ്കോട്ട പോലുള്ള പാതകൾ അത് ഡീസൽ പാതകളായി തുടർന്നു, അനക്കം വെച്ചില്ല. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, സാങ്കേതിക വിദ്യ നവീകരിച്ചുകൊണ്ട് പുതിയ സർവീസുകൾ അനുവദിക്കാൻ കാര്യമായിട്ടുള്ള പുരോഗതി നടപ്പിലാക്കിക്കൊണ്ട് ഇന്നത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവിന്റെയും മുൻകാല റെയിൽവേ മന്ത്രിയുടെയും ഒക്കെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റിന്റെ റെയിൽവേയോടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടായപ്പോൾ എത്ര വന്നു? 7 മടങ്ങ് തുക വർദ്ധിപ്പിച്ചുകൊണ്ട് 2744 കോടി രൂപ, 372 കോടി രൂപ രമേശ് ചെന്നിത്തലയുടെ കോൺഗ്രസ് കേരളത്തിന് കൊടുത്തപ്പോ പ്രിയപ്പെട്ടവരെ 2744 കോടി ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി റെയിൽവേ മേഖലയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി കൊടുത്തു. നിങ്ങൾ ഒരാളെ പോലും MP ആക്കാൻ പരിശ്രമിച്ചത് കൊണ്ടല്ല കൊടുത്തത്. ഈ അടുത്ത നാളുകളിലാണ് ശ്രീമാൻ സുരേഷ് ഗോപിയെ 75,000 വോട്ടിന് തൃശ്ശൂരിലെ ജനത വിജയിപ്പിച്ചത്. അപ്പോൾ 372 കോടി UPA ഗവൺമെന്റ് കൊടുത്തപ്പോ 2744 കോടി രൂപ ശ്രീമാൻ നരേന്ദ്രമോദി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയുണ്ടായി. 2022 ബ്രോഡ് ഗേജ് പാതകളുടെ 100% വൈദ്യുതീകരണം പൂർത്തിയാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കേരളം തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് പിണറായി വിജയന്റെ ഗോവിന്ദൻ മാഷയുടെ അപ്പം വെക്കാനുള്ള പദ്ധതി കൊണ്ടല്ല, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കർശനമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ നാടിന് ഒരു അവാർഡ് കിട്ടിയെങ്കിൽ അത് റെയിൽവേ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരെ വിറപ്പിക്കാൻ, ചോദ്യം ചെയ്യാൻ അതിനെ തന്റെ ഇടമുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, പാത ഇരട്ടിപ്പിക്കൽ വേഗത്തിലാക്കി. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ ടണൽ ഉൾപ്പെടെയുള്ള കോട്ടയം പാത 2020 പൂർണ്ണമായും ഇരട്ടിപ്പിച്ചു എന്നുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ദൗത്യം ഇവിടുത്തെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചു.